Yes guys, it's official. Inter Miami won the Supporters Shield. Inter Miami Supporters Shield ജേതാക്കളായി മാറിയിരിക്കുന്നു. It means Lionel Messi has won 46 trophies in his fantastic career. അദ്ദേഹത്തിന്റെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള കരിയറിൽ ലിയോ മെസ്സി തന്റെ 46ാമത്തെ കിരീടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതൊരു വല്ലാത്ത കണക്ക് തന്നെയാണ്. നമുക്കറിയാലോ, ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ നേടിയിട്ടുള്ള താരം അത് ലിയോ മെസ്സി തന്നെയാണ്. അദ്ദേഹം തന്നെ തന്റെ റെക്കോർഡ് വീണ്ടും പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. 46 കരിയർ ട്രോഫീസ്. അതൊരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സ്റ്റാറ്റ് തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ നിലവിലെ MLS ജേതാക്കളായിട്ടുള്ള കൊളംബിയക്കെതിരെ 2-3 ഗോളുകൾക്കാണ് ഇന്റർ മിയാമി വിജയിച്ച് കയറിയിരിക്കുന്നത്. ഈ ഒരു വിജയത്തോടുകൂടെ അവർ സപ്പോർട്ടർ ഷീൽഡ് സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു ചരിത്രമാണ്. അതെ, ഇന്റർ മിയാമി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു കിരീടം സ്വന്തമാക്കുന്നത്. ഏതായാലും മത്സരത്തിന്റെ 45ാം മിനിറ്റിലും പിന്നീട് തൊട്ടടുത്ത നിമിഷം 5 മിനിറ്റിനുള്ളിൽ തന്നെ മറ്റൊരു കിടിലൻ ഗോളിലൂടെയും ലിയോ മെസ്സി തന്റെ ഇരട്ട ഗോളുകൾ പൂർത്തിയാക്കി. ബ്രേസ് പൂർത്തിയാക്കുന്ന മനോഹര കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ലിയോ മെസ്സി നേടിയിട്ടുള്ള ഇരട്ട ഗോളുകൾക്ക് പിന്നാലെ ലൂയിസ് സുവാരസ് കൂടി ഗോളടിച്ചതോടുകൂടെ ഇന്റർ മിയാമി വിജയം ഉറപ്പിക്കുകയായിരുന്നു. സുവാരസിന്റെ ഗോൾ നമ്മൾ എടുത്തു പറയണം. ഒരു വല്ലാത്ത മിറാക്കിൾ ഹെഡർ ഗോൾ തന്നെയായിരുന്നു അത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാനും പറ്റും. ഏതായാലും മത്സരത്തിന്റെ 46ാം മിനിറ്റിൽ റോസിയിലൂടെ കൊളംബസ് ഒരു ഗോൾ മടക്കിയടിക്കുന്നു. പിന്നീട് 61ാം മിനിറ്റിൽ ഹെർണാണ്ടസ് ഒരു പെനാൾട്ടി ഗോളാക്കി മാറ്റിക്കൊണ്ട് കൊളംബസിന് ചെറിയ വിജയ പ്രതീക്ഷകൾ സജീവമാക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് വീണ്ടും അവർക്ക് പെനാൾട്ടി ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർ മിയാമിയുടെ ഗോൾ കീപ്പർ കലണ്ടറിന്റെ മാസ്മരിക സേവിലൂടെയാണ് അത് അദ്ദേഹം തടഞ്ഞിട്ടത്. ഏതായാലും ഒടുവിൽ ഇന്റർ മിയാമി 2-3 ഗോളുകൾക്ക് ലിയോ മെസ്സിയുടെ ഇരട്ട ഗോളുകളുടെ ബലത്തിൽ സുവാരസിന്റെ ഒരു കിടിലൻ ഹെഡർ ഗോളിന്റെ ബലത്തിൽ വിജയിച്ച് കയറുകയായിരുന്നു. അതെ, സൂപ്പർ താരങ്ങൾ ഇപ്പോഴും പൊളിച്ചെടുക്കുന്നത് തുടരുകയാണ്. ലിയോ മെസ്സി തന്റെ 46ാമത്തെ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.